ഇന്ന് വെങ്കായ പുളിക്കുഴമ്പ് തേങ്ങയും കറിവേപ്പിലയും കൂടെ ഇട്ട് ചുവട് ചട്ടിയുള്ള ചീനച്ചട്ടിയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. എണ്ണ ഒഴിക്കേണ്ട, നന്നായി ചുമന്ന് വന്നോട്ടെ. നന്നായി ചുമന്ന് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അത് കോരി മാറ്റുക. എന്നിട്ട് അതേ ചീനച്ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കടുക് താളിച്ച് അതിലേക്ക് ചുമന്ന ഉള്ളി തട്ടിക്കൊടുക്കുക. നന്നായിട്ട് വഴറ്റണം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് പുളിയെടുക്കാം. നെല്ലിക്ക വലിപ്പത്തിന് പുളിയെടുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഈ വഴണ്ട് വന്ന് നമ്മളുടെ ഉള്ളിയിലേക്ക് എന്ത് ചെയ്യുക, ഈ പുളി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാകത്തിന് ഉപ്പിടാനും മറക്കണ്ട. പിന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങ വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ നന്നായി അരച്ചെടുക്കുക. അവസാനം നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി പാകത്തിനുള്ള വെള്ളമൊക്കെ എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കുക. വെങ്കായ പുളിക്കുഴമ്പ് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയല്ലേ?